ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് ക്രഷ് ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ആ ഒരു അട്രാക്ഷൻ നിങ്ങളിൽ നിന്നും പോയി എന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് പോയിന്റ്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇപ്പോൾ താല്പര്യമില്ല എങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് വേറെ പുരുഷന്മാരോട് അടുപ്പം കാണിക്കും. അതായത് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് വേറെ പുരുഷന്മാരുടെയൊക്കെ കയ്യിൽ കയറിയൊക്കെ പിടിക്കും. അതേപോലെ തന്നെ അവരുടെയൊക്കെ ശരീരത്തിലേക്ക് തല വെച്ച് കിടക്കും. അതായത് ഇഷ്ടപ്പെട്ട ആ ഒരു പുരുഷൻ്റെ ഷോൾഡറിലൊക്കെ ഇങ്ങനെ തല വെച്ചിട്ട് കിടക്കും. അതേപോലെ തന്നെ ആ ഒരു ആൺകുട്ടിയുടെ തലമുടിയിലൊക്കെ പിടിക്കും. അതേപോലെ തന്നെ മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ച് കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യും. അതായത് ഒരു തരത്തിലുള്ളൊരു ഓവറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു പുരുഷനോട് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടി കാണിക്കും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി കാണിക്കുന്നു എങ്കിൽ ഇപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം ആ ഒരു പുരുഷനെയാണ്, നിങ്ങളെ അല്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ആ ഒരു പെൺകുട്ടി നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ കേൾക്കാത്തതുപോലെ ഇരിക്കും. അതായത് പഴയൊരു ഇഷ്ടമൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവളോട് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി അത് കേൾക്കാത്തതുപോലെ ഇരിക്കും. ഇപ്പോൾ അവളുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അത് തോണ്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഫോണൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് എണീറ്റ് പോകും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ ഒഴിവാക്കും. ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു പെൺകുട്ടി നിങ്ങളെ ഒഴിവാക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ നിങ്ങളോട് താല്പര്യമില്ല എന്നതാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, നിങ്ങളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുവാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ. ഇത് കേട്ടിട്ടും ആ ഒരു പെൺകുട്ടി വേറെ കാര്യങ്ങൾ പറയും. അതായത് മാക്സിമം നിങ്ങളെങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. നിങ്ങളുടെ ഒപ്പീനിയനൊന്നും ഒരു വിലയും ആ ഒരു പെൺകുട്ടി നൽകത്തില്ല. ആ ഒരു പെൺകുട്ടിയുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി ഏറ്റുപിടിക്കും. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരു അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെ ഫോണൊക്കെ വിളിക്കുകയാണ്. ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിട്ടുകൊണ്ട് ഇരിക്കും. ഇനി നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിലോ ഒരു റെസ്പോൺസും ഉണ്ടാവത്തില്ല. ഈ തരത്തിൽ ഒരു പെൺകുട്ടി, പണ്ടൊക്കെ ആ ഒരു പെൺകുട്ടിയായിട്ട് നിങ്ങളെ തന്നെ ഇങ്ങനെ ഇരുന്ന് വിളിക്കുമായിരുന്നു. എപ്പോഴും ഡെയിലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു പെൺകുട്ടി നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ പോലും തരത്തില്ല. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നു എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ നിങ്ങളോടൊരു താല്പര്യമില്ല എന്നതാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും ഈ ഒരു പെൺകുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. ഈ ഒരു പെൺകുട്ടി തന്നെ പണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യം കാണിച്ചുകൊണ്ടിരുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞു കുറ്റം പറഞ്ഞാൽ പോലും ഈ ഒരു പെൺകുട്ടി അവരോട് പോയിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് ആര് എന്ത് കുറ്റം, നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും ആ ഒരു പെൺകുട്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവളതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. ഈ തരത്തിൽ ആ ഒരു പെൺകുട്ടി കാണിക്കുന്നു എങ്കിൽ അതിനർത്ഥം പഴയതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു സ്നേഹവുമില്ല എന്നതാണ്. ഇതാണ് ഫിഫ്ത്ത് പോയിന്റ്. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ ഈ ഒരു പെൺകുട്ടി പുറത്ത് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുകയാണ്. ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി കാണാത്തതുപോലെ പോകും. ഇനി നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ പേരൊക്കെ വിളിച്ചിട്ട് അവളോട് സംസാരിക്കാൻ ചെല്ലുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഭയങ്കര സ്പീഡിൽ ഇതൊന്നും കാണാത്തതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചതൊന്നും കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പോകും. ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങളെങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. ഇത്തരത്തിൽ ഒരു പെൺകുട്ടി നിങ്ങളെ ഫുള്ളായിട്ട്, അതായത് ടോട്ടലി അവോയ്ഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സൗന്ദര്യ പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു ടൈമിലും ഇങ്ങനെ പിണങ്ങിയൊക്കെ പോവാറുണ്ട്. പക്ഷേ
ആ ഒരു പിണക്കം എന്ന് പറയുന്നത് 1-2 ദിവസങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവത്തുള്ളൂ. മറിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ടോട്ടലി നിങ്ങൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയാണ്. 1-2 ദിവസമൊന്നുമല്ല, കുറേ ആഴ്ചകളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു എങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ആദ്യം നിങ്ങളോടുണ്ടായിരുന്നൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷ് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയാണ് അവളുടെ ഉള്ളിൽ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.